സ്ത്രീകളിൽ ഇന്ന് ഹാർട്ട് അറ്റാക്ക് വളരെയധികം കൂടി വരുന്നുണ്ടല്ലേ. പണ്ടെന്നാണെങ്കിൽ നമ്മൾ അത്ര പ്രശ്നങ്ങളില്ലായിരുന്നു. പക്ഷേ ഇന്ന് സ്ത്രീകളിലും ഒരു 45 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്കുകൾ വളരെയധികം കൂടിയിട്ടുണ്ടെന്നുള്ളതാണ്. പലപ്പോഴും ഈ ഹാർട്ട് അറ്റാക്കുകൾ അവർ മനസ്സിലാക്കുന്നില്ല. അതായത് ഈ സിഗ്നലുകൾ നമ്മുടെ ബോഡി തരും, യെസ് ഹാർട്ടിന് പ്രശ്നമുണ്ട്, ഇത് ശ്രദ്ധിക്കണം കേട്ടത്. പക്ഷെ നമ്മളത് ഗൗനിക്കാതിരിക്കുന്ന സമയത്താണ് പലപ്പോഴും ഇങ്ങനെയുള്ള പെട്ടെന്നുള്ള മരണങ്ങൾ നമ്മളിൽ തേടി വരുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ത്രീകളിൽ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്കുകൾ വരുന്നത്, എന്താണ് അതിന് കാരണങ്ങൾ, നമ്മുടെ ജീവിതശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരേണ്ടതാണ്, എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേര് ഡോക്ടർ സിറാജ്, മെഡിക്കൽ ഓഫീസർ, ക്യൂൻബി ഹെൽത്ത് കെയർ, താമരശ്ശേരി. നമുക്കറിയാം, നമ്മുടെ ഹൃദയത്തിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പെട്ടെന്ന് മരണം സംഭവിക്കും എന്നുള്ളത് അല്ലേ. നമുക്ക് ആ ഒരു ടെൻഡൻസി ഒന്ന് വളരെയധികം കൂടുതൽ പെട്ടെന്ന് പേടിയുള്ള ഒരു സംഗതി കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നൊരു 40 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 45 വയസ്സ് കഴിയുള്ള ആളുകൾക്ക് ഇന്ന് എസ്പെഷ്യലി സ്ത്രീകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ടെൻഡൻസിയും ഈ ഒരു പേടിയും അറ്റാക്കും മരണങ്ങളും വളരെ കൂടുതലാണെന്നുള്ളതാണ്. ഇതിങ്ങനെ നടക്കാൻ ഇപ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ചിലപ്പം നല്ല നെഞ്ചുവേദന, ചെസ്റ്റ് പെയിനൊക്കെ നല്ല രീതിയിൽ വന്നേക്കാം. പക്ഷേ സ്ത്രീകളിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇത് കമ്മിയാണ് അല്ലെങ്കിൽ ഇത് കുറവാണ്. ഇത് പുരുഷന്മാരെ അപേക്ഷിച്ചിട്ട് ഇത്ര വലിയ വേദനകളോ കാര്യങ്ങളൊന്നും അവരിൽ വരില്ല എന്നുള്ളതാണ്. അവർക്ക് ചിലപ്പോൾ നല്ലൊരു ക്ഷീണം തോന്നുക, ശ്വാസം എടുക്കാൻ പറ്റാത്ത രീതിയിൽ ബുദ്ധിമുട്ട് വരിക, അതുപോലെ ചിലപ്പം താടിയലിൻ്റെ ഭാഗത്തൊരു ചെറിയ വേദന, അല്ലെങ്കിൽ പല്ല് വേദന, ചിലപ്പോൾ ഷോൾഡറിൻ്റെ ഒരു ഭാഗത്തൊക്കെ ഒരു വേദന. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ അതൊരു നീർക്കെട്ടാണ്, അല്ലെങ്കിൽ ഈ സൈഡിൽ കിടന്നിട്ട് വന്നതായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും എന്തോ വിറക് കൊത്തി, അല്ലെങ്കിൽ അങ്ങനെ ഒക്കെ ആയിട്ട് മസ്കുലാർ പെയിനായിട്ട് അല്ലെങ്കിൽ ലിഗമെൻറ്റ് പെയിനൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ കൺസിഡർ ചെയ്ത് വെക്കും എന്നുള്ളതാണ്. പക്ഷേ മിക്ക ആളുകളിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോണതാണ്, ചിലത് എന്ത് ചെയ്യും, ഈ പറഞ്ഞതുപോലെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളതാണ്. കാരണം ഇത് ഏജിങ്ങിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ മൈക്രോവാസ്കുലാറിൽ പല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതായത് നമ്മൾ പ്രായം കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ രക്തക്കുഴലുകളിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ, ചേഞ്ചസുകൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കണമെന്നല്ല. ബഹുഭൂരിപക്ഷം സ്ത്രീകളിലെടുത്ത് നോക്കുകയാണെങ്കിൽ അവർ 50% പകുതിയോളം ഈ പറഞ്ഞതുപോലെ മേജർ സിംറ്റംസുകളോ മേജർ ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. കാരണം അതിലൊന്ന് ഈ ഒരു മൈക്രോവാസ്കുലർ, അതായത് ചെറിയ മൈന്യൂട്ടായിട്ടുണ്ടാകുന്ന രക്തക്കുഴലുകളുടെ ഡാമേജ് ഇവരിൽ ഗ്രാജ്വലി കൂടി വരും എന്നുള്ളതാണ്. നമ്മളൊരു ആൻജിയോഗ്രാം എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ മിക്കപ്പോഴും വലിയ രക്തക്കുഴലുകൾക്ക് ബ്ലോക്കേ കാണുള്ളൂ. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മൈക്രോ ആയിട്ടുള്ള വെസൽസിലൊക്കെ ഈ ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ അത് അല്ലെങ്കിൽ ബ്ലോക്കേജ് വന്നു കഴിഞ്ഞാൽ അത് കണ്ടെത്തൽ കുറച്ച് റിസ്ക്കാണ്, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം കൂടെയാണ്. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് ആരിൽ കൂടുതലാണ്, സ്ത്രീകളിൽ കൂടുതലാണ്. അവർക്കത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടുള്ള പെട്ടെന്ന് മരണങ്ങൾ അവരിൽ കൂടുന്നുള്ളത് തന്നെയാണ്. അതിന് പുറമെ തന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, മെൻസസ് നിന്ന് കഴിഞ്ഞാൽ ഈസ്ട്രോജൻ എന്ന് പറയുന്ന സ്ത്രീ ഹോർമോൺ കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ലൊരു എന്താ പറയുക, ഹാർട്ടിന് നല്ല, അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് തന്നെ ഭയങ്കര പ്രൊട്ടക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ഹോർമോണാണ് ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോൺ. അപ്പോൾ ഈ ഒരു ഹോർമോണൽ വ്യതിയാനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുറവ്, അല്ലെങ്കിൽ മെൻസസ് നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന മെറ്റബോളിസം കംപ്ലീറ്റ് ഡാമേജ് ആവും, കംപ്ലീറ്റ് പ്രശ്നത്തിലാവും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തും ഈ പറഞ്ഞതുപോലെ ബ്ലോക്കേജ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ അതുവരെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ നല്ല ചോറ് തിന്നുന്നത്, നല്ല എരിവുള്ള കഴിക്കുന്നത്, ഓയിലുള്ളതും അച്ചാറും പപ്പടം മിച്ചറും ഇതെല്ലാം ഉപ്പ് കൂടി ഒക്കെ കഴിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു ഹോർമോൺ കുറയലോട് കൂടി, അല്ലെങ്കിൽ ഈ ഒരു ഈസ്ട്രോജൻ കുറയലോട് കൂടി, മെൻസസ് നിൽക്കലോട് കൂടിയിട്ട് നമ്മുടെ ശീലങ്ങൾ നമ്മൾ മാറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ശീലങ്ങൾ വെച്ചിട്ട് നമ്മൾ പിന്നീട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ പറഞ്ഞതുപോലെ കൊളസ്ട്രോൾ കൂടാനും, ഫാറ്റി ലിവർ വരാനും, ഷുഗർ കൂടാനും, ബ്ലോക്ക് ഉണ്ടാകാനും, അറ്റാക്കും സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ അത് നമ്മൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെ പോലെ വളരെ അത്യാവശ്യമാണെന്നുള്ളത്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇന്നൊരു 40-45 ഉള്ള ഏജ് കഴിഞ്ഞുള്ള ആളുകൾക്ക് സ്ട്രെസ്സ് വളരെ കൂടുതലാണ്. കമ്പാരിറ്റീവ് ചിലപ്പോൾ ഫാമിലി സ്ട്രെസ്, ഹസ്ബൻഡ് റിലേറ്റഡ് ആയ ഇഷ്യൂസുകൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, മക്കളുമായിട്ടുള്ള പ്രശ്നങ്ങൾ, മരുമക്കളുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെ ഫാമിലിയിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫാമിലിയിൽ 40-45 വയസ്സുള്ള മിക്ക ഫാമിലിയിലും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള പ്രത്യേകിച്ച് റീസണൊന്നും വേണമെന്നില്ല എങ്കിൽ തന്നെ എന്ത് ചെയ്യും, സ്ട്രെസ്സ് ഇന്ന് വളരെയധികം കൂടുതലാണ്. ഇത് കാരണമായിട്ടും ഈ പറഞ്ഞതുപോലെ പെട്ടെന്നുള്ള അറ്റാക്കുകളിലേക്കും പെട്ടെന്നുള്ള മരണത്തിലേക്കും കാരണമാകേണ്ടതെന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ ഇവരാരും
ഇവരാരും ഇവരാരും ചിലപ്പോൾ പുകവലിക്കുന്നുണ്ടായിരിക്കുന്നില്ല, എന്തെങ്കിലും പാൻ പരാഗ് പോലെയുള്ള പാൻ മസാലകൾ ചവക്കുന്നൊന്നുമില്ല, പക്ഷേ ഇവർക്ക് എന്ത് ചെയ്യും, പെട്ടെന്നുള്ള അസുഖങ്ങൾ വരും എന്നുള്ളത് തന്നെയാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ ഡെലിവറി സമയത്തൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും പ്രഗ്നൻസി സമയത്തൊക്കെ BP ഉള്ള ആളുകൾ, ഹൈപ്പർ ടെൻഷൻ വന്ന ആളുകൾക്ക് എന്ത് ചെയ്യും, ഈ പറഞ്ഞതുപോലെ ഒരു 40-45 വയസ്സ് കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്കുള്ള സാധ്യത കൂടുതൽ. കാരണം BP അവർക്ക് ഓൾറെഡി കൂടാനുള്ള സാധ്യത ഉണ്ട്, അതുമൂലം ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. പ്രഗ്നൻസി സമയത്ത് BP ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിന് ശേഷം നമ്മൾ റിക്കറൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യാനുള്ള സാധ്യത, അല്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നുള്ളതാണ്. അതേപോലെ തന്നെ പല ആളുകൾക്കും ഈ പ്രശ്നം വരാനുള്ള മറ്റൊരു റീസണാണ് സ്ലീപ്പ് എന്നുള്ളതാണ്. ഉറക്കം പ്രോപ്പറായിട്ടില്ല എന്നുള്ളതാണ്. സ്ത്രീകൾ ഒരു 40-45 അല്ലെങ്കിൽ ഒരു മക്കളും പേരമക്കളൊക്കെ ആയി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ വരാൻ കാത്തു നിൽക്കും, പേരമക്കൾ വരാൻ കാത്തു നിൽക്കും, ഹസ്ബൻഡ് വരാൻ കാത്തു നിൽക്കും. ഇവരെല്ലാവരും വന്ന് കഴിഞ്ഞ് ചോറും ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഇവർ കിടന്നുറങ്ങുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഡീപ്പ് സ്ലീപ്പ് കിട്ടില്ല. അപ്പോൾ കിടക്കുന്നത് ചിലപ്പോൾ 12-1 മണിക്കാണ്, എണീക്കുന്നത് ചിലപ്പം 5 മണിക്കായിരിക്കും, 4 മണിക്കായിരിക്കും. എന്താണ്, നേരത്തെ എണീറ്റ് ഭക്ഷണം ഉണ്ടാക്കുകയും വേണം. അപ്പോൾ ഈ ഒരു ലൈഫ് സ്റ്റൈൽ അവരെ നല്ല രീതിയിൽ ഡാമേജ് ആക്കണം. പൊണ്ണത്തടി ഉണ്ടാക്കും, കൊളസ്ട്രോൾ ഉണ്ടാക്കും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ഇഷ്യൂസുകൾ ഉണ്ടാക്കും, ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും, ഹാർട്ട് അറ്റാക്ക് പെട്ടെന്ന് വരുത്തും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ലൈഫ് സ്റ്റൈലിൽ, ഈ ഒരു ചുറ്റുപാടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് നമ്മൾ ലൈഫ് സ്റ്റൈൽ ക്രമീകരിക്കേണ്ടത്. ഒന്ന് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഓവർ വെയിറ്റ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക എന്നുള്ളതാണ്. അത് ചിലപ്പോൾ വയറ് ഹൈറ്റ് ചിലപ്പോൾ വെയിറ്റ് നോർമലായിരിക്കും, പക്ഷേ വയറ് നല്ല രീതിയിൽ ചാടിയിട്ടുണ്ടെങ്കിൽ വേറെ പ്രഗ്നൻസി റിലേറ്റഡ് പ്രശ്നങ്ങളൊന്നുമില്ല. പ്രഗ്നൻ്റ് ആയതിന് ശേഷം അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞതിന് ശേഷമുള്ള വയറ് അല്ലാതെ തന്നെ ഒരു വയറ് ചാടിയിട്ടുണ്ട്, വയറ് വീർത്തത് പോലെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഫാറ്റി ലിവർ ചെക്ക് ചെയ്ത് നോക്കണം. ബെല്ലി ഫാറ്റ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കൽ വളരെ അത്യാവശ്യമാണ്. കാരണം അത് കൊളസ്ട്രോൾ ഉണ്ടെന്നുള്ളതിൻ്റെ അടയാളം, അതേപോലെ തന്നെ ഇൻഫ്ലമേഷൻ ഉണ്ടെന്നുള്ളതിൻ്റെ അടയാളം, സ്ട്രോക്കും അറ്റാക്ക് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്നുള്ളതാണ്. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് പ്രോപ്പറായിട്ട് സ്ലീപ്പ് ഉണ്ടാകുക എന്നുള്ളതാണ്. ദിവസം ഒരു 7 മണിക്കൂർ ഡീപ്പ് സ്ലീപ്പ് കിട്ടണം. നിങ്ങൾ ഉച്ചയ്ക്ക് ക്ഷീണം പിടിച്ച് കിടക്കുന്നതോ വൈകുന്നേരം ക്ഷീണം പിടിച്ച് കിടക്കുന്നതോ അല്ല. നമ്മുടെ ബോഡിക്ക് ഒരു ഹീലിംഗ് ടൈം കിട്ടുന്ന രീതിയിൽ എന്ത് ചെയ്യണം, ഒരു 7 മണിക്കൂർ ഡീപ്പ് സ്ലീപ്പ് കിട്ടണം. അപ്പോൾ നേരത്തെ കിടക്കുക. മക്കളും പേരമക്കളും ഹസ്ബൻഡൊക്കെ വരുന്നുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ അവരോട് ചെയ്യാൻ പറയുക. നമ്മുടെ ബോഡി നമ്മളാണ് മെയിൻറ്റെയിൻ ചെയ്യണത്, അത് നിർബന്ധമായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെസ്റ്റ് പെയിന് പലപ്പോഴും മിക്ക ആളുകൾക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, ഒരു ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാവും, സംസാരിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട്, സ്റ്റെപ്പ് കയറാനൊക്കെ ഒരു ബുദ്ധിമുട്ട്, ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ സംതിങ് ഒരു പെയിനായിട്ട് ഉണ്ടാവില്ല, വേദന ആയിട്ടുണ്ടാവും, ഒരു ഹെവിനെസ് പോലെ, ഒരു പിടുത്തം പോലെയൊക്കെ നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗത്ത് അനുഭവപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഉടനെ തന്നെ എന്ത് ചെയ്യണം, നമുക്ക് ക്ലിനിക്കിൽ പോകണം, തൊട്ടടുത്ത് ഹോസ്പിറ്റലിൽ പോകണം. ECG എക്കോ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ നോക്കിയിട്ട് അതിനനുസരിച്ച് ഉടനെ തന്നെ ട്രീറ്റ്മെൻറ്റ് പോകണം. അല്ലാതെ ഇത് ഗ്യാസിൻ്റെതാണ്, പലപ്പോഴും തെറ്റിപ്പോകുന്ന സാധനമാണ്. കാരണം സ്ത്രീകളെല്ലാവരും എന്ത് ചെയ്യും, പ്രോപ്പറായിട്ട് സമയത്തിന് ഒരിക്കലും ഫുഡ് കഴിക്കുക, എല്ലാവരും കഴിച്ചിട്ട് കൊണ്ടുപോയി കഴിക്കുക, എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ കഴിക്കുകയാണെങ്കിൽ തന്നെ കൂടുതൽ കരിച്ചതോ പൊരിച്ചതോ എണ്ണയിലിട്ട് വറുത്തതോ ഉപ്പ് കൂടിയതോ അല്ലെങ്കിൽ അച്ചാർ പോലെ എരിവ് കൂടിയതോ ഇതൊക്കെ ആയിരിക്കും ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് ഓക്കെ അത് ഗ്യാസാണ് അല്ലെങ്കിൽ അങ്ങനെയാണെന്നുള്ള നമ്മൾ തെറ്റിദ്ധരിക്കും. ഈവൻ ഹാർട്ട് അറ്റാക്ക് ഉള്ള ആളുകൾക്ക് ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മളത് കരുതുക ഗ്യാസിനാണ്, അതായത് ചിലപ്പോൾ ഇന്നലത്തെ ഒരു ചോറ് തിന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്നലത്തെ ഒരു കറി കൂട്ടിയിരുന്നു അതുകൊണ്ട് ഛർദ്ദിച്ചാണെന്നുള്ള രീതിയിൽ നമ്മൾ അത് ഗൗനിക്കൂല അല്ലെങ്കിൽ അത് പരിഗണിക്കൂല എന്നുള്ളതാണ്. അപ്പോൾ അതൊന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ഛർദ്ദി അതിൻ്റെ ഒരു അടയാളം. അതേപോലെ തന്നെയാണ് ഹാർട്ട് അറ്റാക്ക് വരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ നല്ല ചൂടൊന്നും ഉണ്ടാവില്ല, പക്ഷേ എങ്കിൽ പോലും നമ്മുടെ ബോഡി ഭയങ്കരമായിട്ട് സ്വെറ്റിങ് ഉണ്ടാകും, ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, വിയർത്തൊലിക്കാൻ തുടങ്ങും എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ലക്ഷണം കൂടിയാണ്. അപ്പോൾ ഈ പറഞ്ഞ ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം, അത് കൺഫേം ആക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. കാരണം പ്രത്യേകിച്ച് നമുക്കൊരു ധാരണയുണ്ട് സ്ത്രീകൾക്ക് അറ്റാക്ക് അങ്ങനെയൊന്നും വരുമൊന്നുമില്ല, അങ്ങനെ പ്രായമൊന്നും ആയിട്ടില്ല, പക്ഷെ അത് തെറ്റാണ്. എസ്പെഷ്യലി നിങ്ങൾക്ക് ഷുഗറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, പെയിൻലെസ് ആയിട്ട് വേദനയില്ലാതെ തന്നെ അറ്റാക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതൽ. കാരണം നമുക്കറിയാം ഈ ഷുഗർ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ നാടുകൾ മരവിച്ച് പോകും, രക്തക്കുഴലുകൾ മരവിച്ച് പോകും, അതിന് ബുദ്ധിമുട്ടുണ്ടാകും, സർക്കുലേഷൻ കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈവൻ ഇവിടെ ഒരു വേദനേൻ്റെ ഒരു സിഗ്നൽ പോലും നമുക്കത് ഫീൽ ചെയ്യൂല, അല്ലെങ്കിൽ സിഗ്നൽ പാസ് ചെയ്ത് ശരിക്കും പോകില്ല. അപ്പോൾ വേദന ഒന്നും നമുക്ക് ഉണ്ടാകില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേദന ഇല്ല എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യരുത്, നമ്മൾ ഹോസ്പിറ്റലിൽ പോകാതിരിക്കരുത്. ബ്രീത്തിങ് ഡിഫിക്കൽട്ടി വരുന്നുണ്ട്, ക്ഷീണം വരുന്നുണ്ട്, ഛർദ്ദിക്കാൻ വരുന്നുണ്ട്, കയ്യും കാലൊക്കെ ഒരു മരവിച്ചതുപോലെ തോന്നുക, വിയർക്കുക, തണുപ്പത്താണെങ്കിൽ പോലും ബോഡിയൊക്കെ ഒന്ന് വിയർത്ത് പോകുന്ന അവസ്ഥ വരികയിൽ, തലക്കൊരു മിന്നലാട്ടോ അല്ലെങ്കിൽ ഒരു ഡിസിനസ് പോലൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. ചിലപ്പോൾ താടിലിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഷോൾഡറിൻ്റെ ഭാഗത്ത്, ചിലപ്പോൾ പല്ലിൻ്റെ ഭാഗത്തൊക്കെ വേദന വരുന്നുണ്ടെങ്കിൽ, മറ്റ് അസ്വസ്ഥതകളോ നീരിറക്കം
വയറിളക്കത്തിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല, ഉടനെ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ഹോസ്പിറ്റലിൽ പോകണമെന്നാണ്. എങ്കിൽ നമുക്ക് ഉടനെ തന്നെ നമുക്കത് റിക്കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീകളാണ് നിങ്ങൾക്ക് അറ്റാക്ക് വരില്ല, നിങ്ങൾക്ക് പ്രശ്നമുണ്ടാകില്ല എന്നുള്ള തെറ്റിദ്ധാരണ വേണ്ടതില്ല. എല്ലാ ആളുകൾക്കും ഇന്ന് പൊതുവെ കണ്ടുവരുന്ന പ്രശ്നമാണ് ഹാർട്ട് അറ്റാക്ക് പറയുന്നത്, സ്ട്രോക്ക് പറയുന്നത്, ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞതുപോലെ ഭക്ഷണമൊക്കെ നല്ല രീതിയിൽ നല്ല ഫാറ്റ് കഴിക്കണം കേട്ടോ. എസ്പെഷ്യലി നമ്മുടെ ബദാം, പിസ്ത, അതേപോലെ അങ്ങനെയുള്ള സംഗതികളുണ്ടല്ലോ, നട്ട്സുകൾ, അത് കഴിക്കണം. കാരണം അതിൽ HDL കൂടുതലാണ്. HDL കൂടി കഴിഞ്ഞാൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മെച്ചം, അത് നമ്മുടെ രക്തക്കുഴലിൽ ക്ലീൻ ആക്കാൻ ഹെൽപ്പ് ചെയ്യും. LDL എന്ന് പറയുന്നത് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഒമേഗ 3 കഴിക്കണതൊക്കെ വളരെ നല്ലതാണ്. ഓയിൽ കൂടിയതും മധുരം കൂടിയതും ചോറും എന്ത് ചെയ്യരുത്, അരി ഭക്ഷണങ്ങളും കൂടുതലായിട്ട് കഴിക്കരുത്. അത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ട്, കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് വീണ്ടും കാണാം. താങ്ക് യു.